അവിടെ വലിയ ക്രെയിനുകളൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഈ ട്രക്ക് കരയിലേക്ക് വലിച്ചു കയറ്റാൻ പറ്റുന്ന തരത്തിൽ അതിന് കരുത്തുള്ള ക്രെയിനുകൾ അവിടെ എത്തിച്ചു എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ആ പുഴയോരത്തെ മണ്ണ് കൂമ്പാരം അവിടെ നിന്ന് വലിച്ചു മാറ്റുകയാണ് യന്ത്രക്കൈകളുടെ സഹായത്തോടെ. ആ മൺകൂമ്പാരത്തിനും ആ പുഴയ്ക്കും ഇടയിലാണ് ആ ലോറി കുടുങ്ങിക്കിടക്കുന്നത് എന്നത് ഏതാണ്ട് 100% സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആ തെരച്ചിലിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ അവിടേക്ക് നാവികസേന അംഗങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ സമയത്തെ ഒരു നിരാശാജനകമായ വിവരം. അത് മറ്റൊന്നും കൊണ്ടുമല്ല, കനത്ത മഴ അവിടെ തുടരുകയാണ്. ആ മഴ പുഴയിലെ അടിയൊഴുക്ക് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്, പുഴയിലെ കാഴ്ചപരിധി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കനത്ത കാറ്റടിക്കുന്നത് ഈ സംഘങ്ങൾക്ക് അവിടെ ഇറങ്ങി പരിശോധനയ്ക്ക് തടസ്സമാവുകയും ചെയ്യുന്നുണ്ട്. വലിയ കാറ്റാണ് അവിടെ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്, അതിപ്പോഴും തുടരുകയാണ്. ഈ ഘട്ടത്തിലും അവിടെ കനത്ത മഴയ്ക്ക് മാനത്ത് കോപ്പ് കൂട്ടുന്നുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ മഴ മാറി നിന്നാൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയൂ എന്നത് ഈ സമയത്തെ ഒരു 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 എന്താണ് നമ്മൾ ലക്ഷ്യം കണ്ടെത്തിയിട്ടും നമുക്ക് അവിടേക്ക് എത്താൻ കഴിയുന്നില്ല എന്നൊരു പ്രതിസന്ധിയുണ്ട്. അത് ചെറുതല്ലാത്ത ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉന്നതതല യോഗം ചേർന്നു. ഇതിനോടകം SP-യും MLA-യും ഒക്കെ ആ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന നടത്തുന്ന നാവിക സംഘത്തോടൊപ്പം സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. പക്ഷേ കനത്ത മഴ കാരണം താൽക്കാലികമായി നാവികസേനാംഗങ്ങൾ കരയിലേക്ക് മാറി നിൽക്കുകയാണ്. മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. തൽക്കാലം അവർ കരയിലേക്ക് കയറിയിട്ടുണ്ട്. 1-2 തവണ 18-അംഗ സംഘം, അതാണ് നാവികസേനയുടെ ഉദ്യോഗസ്ഥർ, അവർ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരാണ്. അവരവിടേക്ക് എത്തുകയും ആ പുഴയിൽ പരിശോധനയ്ക്ക് പറ്റുന്ന സാഹചര്യമുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്തു, സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. പക്ഷേ അവിടെ ഇറങ്ങി ഒന്ന് മുങ്ങി പരിശോധിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല എന്ന് മനസ്സിലായി. ഒരു കാര്യം കൂടിയുള്ളത്, ആ ചെളിക്കിടയിൽ, ആ ചെളിയുടെയും ഒപ്പം ആ മൺകൂമ്പാരത്തിൻ്റെയും ഇടയിൽ പുഴയിൽ ഏതാണ്ട് കുടുങ്ങി കിടക്കുന്നുണ്ട് ആ ട്രക്ക് എന്നത് ഉറപ്പിച്ചിട്ടുണ്ട്, സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമുക്കറിയേണ്ടത് അതിൽ ആ ഫുൾ ലോഡുമായി പോയതാണ് ആ ട്രക്ക്. അത് അതേപടി എന്താണ് പുഴയിലേക്ക് നീങ്ങി എന്ന് നമ്മൾ നേരത്തെ കരുതിയത്. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ആ ലോഡ്, ആ ട്രക്ക്, ആ തടി കൂട്ടം, ഏതാണ്ട് 400 ടണ്ണിലധികം ഭാരമുള്ള തടി കൂട്ടം അതിലുണ്ടോ എന്ന് പരിശോധിക്കണം. അതിൽ ഉണ്ടോ, അത് ആ കയറ് വെച്ച് ബലമായി ബന്ധിച്ച നിലയിലായിരുന്നു, അത് അതുപോലെ തന്നെ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെയാണ് ഇനി അറിയേണ്ടത്. രക്ഷാദൗത്യത്തിൽ നിർണായകമാകാൻ പോകുന്നത് അതാണ്. ലോറി വലിച്ച് കരയിലേക്ക് കയറ്റുമ്പോൾ അതിന് നിയന്ത്രണം നഷ്ടമാകാതെ നോക്കണം. അതിനൊക്കെ പറ്റുന്ന തരത്തിലേക്ക് നമ്മളൊരു നിരീക്ഷണം നടത്തണമെങ്കിൽ നാവികസേനാംഗങ്ങൾക്ക് ഈ ദൗത്യ കേന്ദ്രത്തിൽ മുങ്ങി അതിലെ മറ്റു ഭൗതിക സാഹചര്യങ്ങളാകെ പരിശോധിക്കേണ്ടതുണ്ട്. അതിന് പര്യാപ്തമായ തരത്തിൽ കാലാവസ്ഥ മാറുന്നില്ല, അനുകൂലമാകുന്നില്ല എന്നതാണ് നമ്മളുടെ ഒരു പ്രതിസന്ധി. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്ന് രാത്രിയിലും അവിടെ തെരച്ചിൽ നടത്തുമെന്ന് കാർവാർ MLA അറിയിച്ചിരുന്നു. അതിന് പറ്റുന്ന തരത്തിൽ മറ്റൊരു സംഘം നാവികസേനയുടെയും കരസേനയുടെയും ഒക്കെ പരിചയസമ്പന്നരായ ദൗത്യ സംഘാംഗങ്ങൾ അവിടെ ഉണ്ടോ എന്നറിയണം. വലിയ ബോട്ടുകൾ അവിടേക്ക് കൊണ്ടുവരണം എന്നാണ് നേരത്തെ പറഞ്ഞത്. ആ ബോട്ടുകൾ അവിടേക്ക് എത്തിക്കാൻ നാവികസേനയ്ക്ക് ഇനി എത്ര സമയം വേണ്ടി വരുമെന്നറിയില്ല. നമ്മളുടെ ഒരു ബുദ്ധിമുട്ട്, നമ്മളുടെ ഒരു നിർഭാഗ്യം എന്നത്, നമ്മൾ തേടിയത് എന്താണോ അത് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ സ്ഥാനവും അതിൻ്റെ ദിശയും അതിൻ്റെ ബാക്കി വിവരങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി, അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇത് തത്സമയ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കാണുന്നത്. ഇപ്പോഴിതാ അവിടെ വീണ്ടും ഈ യന്ത്രക്കൈകൾ, മണ്ണുമാന്തി യന്ത്രം അവിടെ തെരച്ചിൽ നടത്തുകയും അവിടെ മണ്ണ് നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ തെരച്ചിലിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് കുറേ സമയമായി ഇതേ നിലയിൽ തന്നെ, ഇതേ കേന്ദ്രത്തിൽ അതിൻ്റെ ആ രക്ഷാ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് തുടർച്ചയായി തെരച്ചിൽ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഇനി വേണ്ടത് ഈ മുങ്ങൽ വിദഗ്ധരുടെ സഹായമാണ്. അതിനിറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടു വരുന്നില്ല എന്നതാണ് നമ്മളെ സംബന്ധിച്ച ഒരു നിരാശ. ഈ വൈകുന്നേരം നമ്മൾ വലിയ പ്രതീക്ഷയോടെ നമ്മളുടെ ദൗത്യത്തിലേക്ക് കടക്കുകയും അതിലേക്ക് എത്തുകയും ചെയ്തിട്ടും കാലാവസ്ഥ അനുകൂലമല്ലാത്തത് മൂലം നമുക്ക് അവിടെ ഇറങ്ങി ഒരു തെരച്ചിൽ നടത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കാം. മഴ അല്പം തോർന്നിട്ടുണ്ട്. അടുത്ത മഴയ്ക്കൊരു വലിയ ഇടവേള എടുക്കുമെന്നും ആ ഇടവേളയുടെ ഘട്ടത്തിൽ അവിടെ തെരച്ചിലിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമെന്നും കരുതാം. പുഴ നേരത്തെ ഏറെക്കുറെ ഒന്ന് തെളിഞ്ഞിരുന്നു, പക്ഷേ കനത്ത മഴ തുടർച്ചയായി പെയ്യുന്നതോടെ വീണ്ടും അതിലേക്ക് ചെളി ഇറങ്ങി വീണ്ടും കലങ്ങിയ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ആ ഗംഗാവലി നദിയിലെ
തിരച്ചിൽ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. ഇന്നലെയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. വൈകുന്നേരമായപ്പോഴേക്കും അടിയൊഴുക്ക് കൂടി തെരച്ചിൽ അവസാനിപ്പിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അതിന് സമാനമായ അവസ്ഥയുണ്ട്. പക്ഷേ നമ്മൾ തെരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല. ഈ രാത്രിയും തെരച്ചിൽ നടത്തും. നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അർജുൻ്റെ ട്രക്കിനെ, അതിനെ കരയിലെത്തിക്കുക എന്ന ഭഗീരഥ പ്രയത്നം, ശ്രമകരമായ ദൗത്യം ഒരു പക്ഷേ ഈ രാത്രി തന്നെ സംഭവിച്ചേക്കാം എന്നാണ് ഇതുവരെ നമ്മൾക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും, വലിയ ക്രെയിനുകൾ അടക്കം അവിടെ എത്തിച്ചിട്ടുണ്ട്. മെഡിക്കൽ സൗകര്യങ്ങളുള്ള ആംബുലൻസുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനോടകം സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. കളക്ടർ, പോലീസ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, നേവി, ആർമി ഉദ്യോഗസ്ഥരൊക്കെ അവിടെയുണ്ട്. ഇതിൻ്റെ ഒരു പ്ലാൻ ഇതിനോടകം, രക്ഷാദൗത്യത്തിൻ്റെ അടുത്ത ഘട്ടം എങ്ങനെ നടത്തണമെന്നതിൻ്റെ ഒരു പ്ലാൻ ഇതിനോടകം തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ചായിരിക്കും കൈയകലത്തിലുള്ള അർജുനെ നമുക്ക് രക്ഷാകരങ്ങളുടെ സഹായത്തോടെ കരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക, ട്രക്കിനെ കരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക. അതിന് പറ്റുന്ന തരത്തിലേക്ക് പാതയൊരുക്കുകയാണ്, വഴിയൊരുക്കുകയാണ് ഇപ്പോൾ ആ കരയിൽ സംഭവിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് നാവികസേനാംഗങ്ങൾക്ക് വീണ്ടും തെരച്ചിൽ നടത്താൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കാലാവസ്ഥ അനുകൂലമായി ഒരു മണിക്കൂറെങ്കിലും തുടർച്ചയായി മഴ കുറഞ്ഞു നിൽക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത്. അത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടാൽ ഉടൻ വീണ്ടും നാവികസേനാംഗങ്ങൾക്ക് പോകാൻ കഴിയും. മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിൽ ഇറങ്ങാനായില്ലായിരുന്നു കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി. കനത്ത മഴ അത് തെരച്ചിലിനെ ബാധിച്ചു. തെരച്ചിൽ താൽക്കാലികമായി നിർത്തിയതാണ്. വാഹനം കണ്ടെത്തിയ ഭാഗത്ത് നാവികസേനയുടെ 18 അംഗ സംഘം അവരുടെ ചെറു ബോട്ടുകളിൽ അവിടെ എത്തി പരിശോധന നടത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ അത് വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരു ആഴത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് പരിശോധന നടത്താൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നില്ല. അത് അടുത്ത മണിക്കൂറുകളിൽ അതിനനുകൂലമായ സാഹചര്യം, ഭൗതിക സാഹചര്യം രൂപപ്പെട്ടു വരും എന്ന് തന്നെ നമുക്ക് കരുതാം. വീണ്ടും നമ്മളുടെ ടീമിലേക്ക് പോവുകയാണ്. ഷഫീദും ഹാഷ്മിയും അരുൺ പൂപ്പറമ്പയും അരുൺ പാറക്കലും ഒക്കെ തയ്യാറാകുന്നുണ്ട്. ഹാഷ്മി, നാവികസേനാംഗങ്ങൾക്ക് വീണ്ടും പുഴയിലേക്ക് ഇറങ്ങി തെരച്ചിൽ നടത്താൻ കഴിയുന്ന തരത്തിൽ കാലാവസ്ഥ അനുകൂലമാകുമോ അടുത്ത മിനിറ്റുകളിൽ, മണിക്കൂറുകളിൽ? അങ്ങനെ ആകണമെന്നാണ് നമ്മുടെ ആഗ്രഹം, വിജയകുമാർ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോഴും നേവി ഡൈവേഴ്സിന് ജമ്പ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നമ്മളെ അറിയിക്കുന്നത്. ഒരു തരത്തിൽ കഴിയുന്നില്ല. പലയാവർത്തി ശ്രമം ഉണ്ടെങ്കിലും അത് കഴിയുന്നില്ല. മാത്രമല്ല, നിർദ്ദേശം കിട്ടിയാൽ ജമ്പിങ്ങിന് തയ്യാറായി നേവി ഡൈവേഴ്സ് റെഡിയാണ്. പക്ഷെ നിർദ്ദേശം കിട്ടണമെങ്കിൽ ഈ പെരുമഴയും കാറ്റും മാത്രമല്ല വിജയകുമാർ, ഈ പുഴയ്ക്കടിയിലെ അതിഭീകരമായ കുത്തൊഴുക്ക്, അതൊരാളെ എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന കുത്തൊഴുക്കാണ്. അത് ഒരുപക്ഷെ അങ്ങനെ ജീവൻ പണയം വെച്ചുള്ള ഒരു പ്രവർത്തനമാകും അത്തരത്തിൽ ഇപ്പോൾ ഡൈവ് ചെയ്യുക. അത് കാരണം കൃത്യമായി തന്നെ നോക്കി അത് വ്യക്തമായി ഒരു നേവി ഡൈവർക്ക് അതിജീവിക്കാൻ കഴിയുന്ന കുത്തൊഴുക്കിന്റെ സമയത്ത് മാത്രമേ ഡൈവർക്ക് ജമ്പിനുള്ള നിർദ്ദേശം കിട്ടുകയുള്ളൂ. ആ ജമ്പിനുള്ള നിർദ്ദേശം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഈ കാലാവസ്ഥ മഴയും കാറ്റുമായി മാത്രമല്ല, അവിടെ പുഴയിലെ അതിശക്തമായ കുത്തൊഴുക്കായി നമുക്ക് മുന്നിൽ അങ്ങനെ വിഘാതമായി വെല്ലുവിളിയെ നിൽക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനം, ഇനി ഈ ദൗത്യം ഒറ്റയടി മുന്നോട്ട് പോകണമെങ്കിൽ നേവി ഡൈവർ സംഘം അകത്തേക്ക് പോയേ മതിയാവുകയുള്ളൂ. അതല്ലാതെ ഈ ദൗത്യം മുന്നോട്ടേക്ക് പോവില്ല. എന്നാൽ മാത്രമേ കൃത്യമായ ഒരു വിവരം നമ്മൾ ഈ സ്ഥലം ട്രാക്ക് ചെയ്തു, അത് വാഹനമാണ് നമ്മൾ സ്ഥിരീകരിക്കുന്നു. പക്ഷെ അതിന്റെ ഗതി, അതിന്റെ കിടക്കുന്ന കിടപ്പ്, അതിനെ പൊക്കിക്കൊണ്ടുവരാൻ ആവശ്യമായ സംവിധാനങ്ങൾ, ഇതൊക്കെ അറിയണമെങ്കിൽ നേവിയുടെ വിദഗ്ധ സംഘം ഡൈവ് ചെയ്ത് അതിനുള്ളിൽ പോയി അത് മനസ്സിലാക്കിയാൽ മാത്രമേ കഴിയുള്ളൂ. അതിനുശേഷം മാത്രമേ ഈ ലോറി ഉയർത്താനുള്ള മാസ്റ്റർ പ്ലാൻ എന്താണ് എന്നൊരു ആലോചന പോലും ഈ നേവിയുടെ ഡൈവർ സംഘം അതിനുള്ളിലേക്ക് പോയുള്ള പരിശോധനയ്ക്ക് ശേഷമേ സാധിക്കുകയുള്ളൂ. അതിനാവശ്യമായ സംഗതികളൊക്കെ ഇതിനോടകം തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലും അതിന് ഓരോന്നിനും ഓരോ മാസ്റ്റർ പ്ലാൻ ആണെന്ന് അറിയാൻ കഴിയുന്നു. ഓരോ സ്ട്രാറ്റജിയാണ് ഏതെങ്കിലും രീതിയിൽ. ഇതിപ്പോൾ ചെളിയിൽ പൂണ്ട് പുളഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഈ വാഹനമുള്ളത്. അതിനെ പൊക്കിയെടുക്കണമെങ്കിൽ അതിനെ എവിടെ ഹുക്ക് ചെയ്യണം, അതിനെ എവിടെ ഫിക്സ് ചെയ്യണം, എവിടെ ലോക്ക് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ കൃത്യമായും നേവി ഡൈവർ സംഘത്തിന് മാത്രമേ, അല്ലെങ്കിൽ അകത്തേക്ക് പോകുന്ന ഒരു സംഘത്തിന് മാത്രമേ അതറിയാൻ കഴിയുകയുള്ളൂ. ഇതിനകത്തെ കാഴ്ചകൾ ഇപ്പോഴും അജ്ഞാതമാണ്. സീറോ വിസിബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. സോണാർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഗ്രാഫിക് ഇമേജുകളൊന്നും ഇപ്പോൾ കാര്യമില്ല. ഇപ്പോൾ നമുക്ക് നേവി ഡൈവർ സംഘം അകത്തേക്ക് പോവുകയും ഇതിനാവശ്യമായ സംഗതികൾ അവിടെ ഫിക്സ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ നടക്കേണ്ടതുണ്ട്. അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷമം. വിജയകുമാർ, ഒരല്പസമയം കൂടി മഴ മാറി നിന്നാലും എന്ന് പറഞ്ഞാൽ മഴ മാറി നമ്മുടെ ഇവിടെ മഴ മാറി നിൽക്കൽ മാത്രമല്ല, നമ്മുടെ ഈ മലയോര മേഖലകളിലെ വൃഷ്ടിപ്രദേശങ്ങളിലെ മഴ മാറി നിൽക്കൽ കൂടി പ്രധാനമാണ്. നമ്മുടെ നദിയിലെ ആ കുത്തൊഴുക്കിന് അല്പമെങ്കിലും അയവുണ്ടാകാൻ, അല്ലാതെ ഇവിടെ മഴ മാറി നിൽക്കുകയും അവിടെ ആഞ്ഞു മഴ പെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വീണ്ടും നദിയിലേക്ക് വെള്ളം അങ്ങനെ ഗാലൻ കണക്കിന് കുത്തിയൊഴുകി എത്തുമ്പോൾ സ്വാഭാവികമായും ഇത് അഴിമുഖത്തോട് ചേർന്ന പ്രദേശം കൂടി ആയത് കാരണം ഇവിടുത്തെ അടിയൊഴുക്ക് കൂടും. പിന്നെയും അത് നേവി ഡൈവർ സംഘത്തിന് പ്രധാനമായും അത് പ്രതിസന്ധിയായി നിൽക്കുകയാണ്. ഇപ്പോഴും
നമ്മൾ അല്പസമയം മുൻപും ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇത് നമ്മുടെ ദൗത്യം മുന്നോട്ട് പോകണമെങ്കിൽ ആ നിർദ്ദേശം ഡൈവർ സംഘം ജമ്പ് ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കടമ്പ കടക്കണം. അതിനുശേഷമാണ് ഈ ലോറി ഉയർത്തുക എന്നതിനെ കുറിച്ചുള്ള ആലോചന. അതിന് സമാന്തരമായി തന്നെ ലോറി എങ്ങനെ ഉയർത്താം എന്ന ചില ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട് വിജയകുമാർ. ഇവിടെ നമ്മൾ വ്യക്തിപരമായി തന്നെ ചില ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് ഈ പുഴയിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തി ലോറി നിൽക്കുന്ന ആ ഭാഗത്തെ വെള്ളം വറ്റിച്ചെടുക്കുക എന്നുള്ള ഒരു രീതിയൊക്കെ സൈന്യത്തിനുണ്ട് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ സൈന്യത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പാലങ്ങളുടെയും റോഡുകളുടെയും ഒക്കെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രീതി ആ മേഖല മാത്രം സ്കെച്ച് ചെയ്ത് മാറ്റി അവിടെ തടയണ പോലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ച് വെള്ളം വറ്റിക്കുക പോലെയുള്ള പരിപാടികൾ ചെയ്യാറുണ്ട് സൈന്യം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ആധാരം അതൊക്കെ ഏത് രീതിയിലാണ് അത്തരത്തിലുള്ള രീതികൾ പ്ലാൻ ചെയ്യേണ്ടത്, ആസൂത്രണം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഡൈവർ സംഘം അങ്ങോട്ടേക്ക് പോയേ മതിയാവുകയുള്ളൂ. എന്തായാലും 9ാം നാൾ നമ്മൾ പൂർണ്ണമായും നിരാശരല്ല. എങ്കിൽ കൂടിയും കാലാവസ്ഥ ഈ ഘട്ടത്തിൽ എന്ന് പറയുന്നത് രാവിലെയൊക്കെ അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു, ചെറിയൊരു വെയിൽ പോലും വന്നിരുന്നു വിജയകുമാർ. അപ്പോൾ ഇന്ന് രാവിലത്തെ കാലാവസ്ഥ ഈ സമയം അങ്ങനെ നിന്നിരുന്നുണ്ടെങ്കിൽ ഏറ്റവും അതിൽ എളുപ്പമായിരുന്നു. ഇനിയിപ്പോൾ നേരെ മിരട്ടുന്നു, രാത്രിയും രക്ഷാദൗത്യം തുടരും എന്നൊക്കെ പറയുമ്പോൾ പോലും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതേയല്ല. രാത്രികാലങ്ങളിൽ രക്ഷാദൗത്യം തുടരണമെങ്കിൽ അല്ലെങ്കിൽ ഈ ദൗത്യം തുടരണമെങ്കിൽ ഇതിന്റെ 10 മടങ്ങ് സാമഗ്രികൾ അങ്ങോട്ടൊക്കെ എത്തിക്കണം. അതൊക്കെ കാലതാമസം എടുക്കുന്ന ഒന്നാണ്. ഇപ്പോൾ സമയം 4:30 ഇവിടെ ഒരു 6:30 പ്രതീതിയാണ് വിജയകുമാർ. കാര്യം അത്രത്തോളം അന്തരീക്ഷം ഇങ്ങനെ മേഘാവൃതമായി കാറ് മൂടിക്കെട്ടി ഇങ്ങനെ നിൽപ്പാണ്. ഇനി അങ്ങോട്ട് പോകുന്തോറും അവിടെ മലമുകളിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കോടമഞ്ഞ് ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത് കാണാം. അങ്ങനെ കോടമഞ്ഞും മഴയും എല്ലാമായി അവിടെ വിസിബിലിറ്റി നമുക്ക് ഈ കരയിലുള്ള വിസിബിലിറ്റി തന്നെ വല്ലാതെ ഇല്ലാതാവും സാഹചര്യമുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ കുത്തിയൊഴുകുന്ന ഗംഗാവാലി പുഴയിലെ കാര്യം പറയേണ്ടതില്ല. എത്രയും പെട്ടെന്ന് ഈ കാലാവസ്ഥ അനുകൂലമായി കിട്ടുക എന്നുള്ളതാണ്. അല്പസമയമെങ്കിലും നമ്മുടെ ഇവിടുത്തെ മഴ മാത്രമല്ല മലമുകളിലെയും വൃഷ്ടിപ്രദേശങ്ങളിലെയും മഴ ഒന്ന് ഒതുങ്ങി നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇതിനാവശ്യമായ ബാക്കി സാധനങ്ങൾ ഈ പറയുന്ന ക്രെയിനുകൾ, വിഞ്ചുകൾ പോലെയുള്ള അല്ലെങ്കിൽ കേബിളുകൾ, സ്ലിങ്ങുകൾ പോലെയുള്ള സംഗതികൾ ഇതിനോടകം തന്നെ സ്വരുക്കൂട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഈ സിഗ്നൽ കിട്ടുമ്പോഴേക്കും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ഇതിനോടകം തന്നെ ഒരു ഒറ്റ ഫോൺ കോൾ അങ്ങോട്ടേക്ക് എത്തുന്ന രീതിയിൽ സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇതിനുള്ളിൽ ചില യോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്, സമാന്തരമായി മറ്റു ചില ശ്രമങ്ങൾ നടക്കുന്നു. പക്ഷേ നമ്മുടെ ഈ ദൗത്യം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഏത് മാസ്റ്റർ പ്ലാൻ ഈ ലോറി ഉയർത്താൻ ഏത് രീതി അവലംബിക്കണം എന്ന കാര്യമൊക്കെ തീരുമാനിക്കണമെങ്കിൽ നേവി ഡൈവർമാരുടെ എക്സ്പെർട്ട് സംഘം അതിനുള്ളിലേക്ക് പോയാൽ മതിയാവുകയുള്ളൂ. അത് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സങ്കടം. എന്ന് പറയുമ്പോൾ പോലും വിജയകുമാർ, നമ്മൾ ഈ 8ാം നാൾ ഈ ദിവസം അത്രയും നമ്മളിവിടെ നിൽക്കുകയായിരുന്നു. നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചനയും ഒരു വിവരം കിട്ടാതെ നമ്മളിങ്ങനെ ഇവിടെ ഹതാശരായി നിരാശരായി നിൽക്കുകയായിരുന്നു. ആ അവസ്ഥ 9ാം നാളാകുമ്പോഴേക്കും ഒരു കൃത്യമായ സോളിഡായ ഒരു എവിഡന്റ് ആയിട്ടുള്ള ഒരു വിവരത്തിന്റെ രൂപത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഉറപ്പായും പറയാം. പക്ഷേ ആശ്വാസം പൂർണ്ണമാകണമെങ്കിൽ ആ ലോറിക്കുള്ളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെ അവസ്ഥ എന്താണ് എന്നുകൂടി ഒന്ന് അറിയണം, വ്യക്തമാക്കണം. അർജുനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു 3 ആംബുലൻസുകൾ അല്പസമയം മുൻപ് ഇതുവഴി അങ്ങോട്ടേക്ക് കടന്നുപോയിരുന്നു. ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ഇതിനുള്ളിൽ കൊണ്ടുപോകുന്നു എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഈ സമയത്ത് ജീവൻ രക്ഷാ ആയുധങ്ങൾ എന്നത് വലിയ ഹോപ്പിന്റെ, വലിയ പ്രതീക്ഷയുടെ, ഹോപ്പിംഗ് അഗൻസ്റ്റ് ഹോപ്പ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ വലിയ പ്രതീക്ഷയോടെ ചില കിരണങ്ങൾ ആ നീക്കങ്ങൾ നൽകുന്നുണ്ട്. അതിലൊക്കെ ഏറ്റവും പ്രധാനം ലോറി ഉയർത്തുക എന്നത് തന്നെയാണ്. ലോറി ഉയർത്തണമെങ്കിൽ നമ്മുടെ നേവിയുടെ എക്സ്പെർട്ട് ഡൈവേഴ്സിന് അങ്ങോട്ടേക്ക് എടുത്ത് ചാടുക, ജമ്പ് ചെയ്യുക എന്നുള്ള ഏറ്റവും നിർണായകമായ ഒരു കടമ്പ അവിടെ ബാക്കി നിൽക്കുകയാണ്. നദിയിലെ ഒഴുക്ക് കാരണം ആ കടമ്പയിലേക്ക് കടക്കാൻ കഴിയുന്നില്ല നേവി സംഘത്തിന്. കരസേന, നാവികസേന സംയുക്ത ഓപ്പറേഷനാണ്. അവർ കരസേനയുടെ അടക്കം നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാർവാർ SP അടക്കമുള്ളവർ, കാർവാർ MLA അടക്കമുള്ളവർ ഡിങ്കി ബോട്ടിൽ ഈ മേഖലയിലേക്ക് പോയി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല പക്കായി നടക്കുന്നു വിജയകുമാർ. ഇതിനുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ യോഗം ചേരുന്നു. സെക്രട്ടറി ഉദ്യോഗസ്ഥർക്ക് അകത്തേക്ക് പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു 2 JCB കൂടി ഇതുവഴി പോകുന്ന നമ്മൾ കണ്ടു. അപ്പോൾ കൂടുതൽ JCBകൾ എത്തിച്ച് വേഗത്തിൽ മണ്ണുമാറ്റൽ പ്രക്രിയയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പ്രധാനം ഡൈവർമാർക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അത് എപ്പോൾ സംഭവിക്കുമെന്നതിലേക്ക് ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. അത് സംഭവിച്ചേ മതിയാവുകയുള്ളൂ. രാത്രിയാകുമ്പോഴേക്കും, രാത്രി പെരുമഴ കൂടി പെയ്താൽ ഇനി ഈ ദൗത്യം രാത്രി തുടരാൻ കൂടി തീരുമാനിക്കുകയാണെങ്കിൽ കൂടിയും പെരുമഴയും ഇരുട്ടും എല്ലാം കൂടി ചേരുമ്പോഴേക്കും ആകെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഏതെങ്കിലും തരത്തിലൊരു നിർണായകമായ സ്റ്റെപ്പ് ഈ വിഷയത്തിൽ എടുക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം.